നമസ്കാരം. 2 ദിവസം മുന്നേ ഒരു ലേഡി ഹീൽ ചെയ്യാനായിട്ട് വന്നതിനടുത്ത്. അപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതകരമായ ഒരു അനുഭവം ഒന്ന് പറയണമെന്ന് വെച്ച്. കാരണം അത് വളരെ വിചിത്രമായ അനുഭവമായിട്ട് എനിക്ക് തോന്നി. ഒത്തിരി പേര് ഹീൽ ചെയ്യാനായിട്ട് നേരത്തെ വന്നിരുന്നതാണ്. ഇപ്പോൾ ഞാൻ ഹീലിങ് കുറവാണ് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ അത് വന്നൊരാൾ ഇതുപോലെ പ്രത്യേക രീതിയിലുള്ളൊരു അനുഭവമാണ് ഷെയർ ചെയ്തത്. എന്ന് വെച്ചാൽ ലൈവായിട്ട് നമ്മൾ വീഡിയോ കോളിലിരിക്കല്ലേ. ഹീലിങ് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതേപോലെ 2 സോൾ ഉണ്ടായിരുന്നു. 2 സോൾ റിലീസായി പോയി. അത് അബോർഷൻ സോളായിരുന്നു. പിന്നെ വേറൊരു ദുഷ്ടശക്തി എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ചാടി വന്നു. അപ്പോൾ ഈ ഒരു സാധനത്തെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ ഇറിറ്റേഷനും എൻ്റെ ബോഡിയിലൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ അതെന്നാലും നമ്മളത് ആ ഒരു പ്രോസസ് കൂടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ലേഡി ഇങ്ങനെ കഴുത്തിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കസേരയുടെ പുറകിട്ട് വളഞ്ഞിങ്ങനെ പോകുന്ന പോലെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയിരുന്നു എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുഷ്ടശക്തി ഈ സ്ത്രീയുടെ മുടിയിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ചു. അപ്പോൾ അത് റിലീസ് ചെയ്ത് പോകുന്നൊരു സമയമായിരുന്നു. അതായത് നമ്മൾ ദേവി ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് റിലീസ് ചെയ്ത് കളയുന്ന ലാസ്റ്റ് മൊമെൻറ്റിലാണ് സംഭവിക്കുന്നത്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റോളം ഭയങ്കരമായ പെയിൻ തലയിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ സംഭവം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ മുടിയുമ പിടിച്ചിങ്ങനെ വലിച്ചത്രേ ഈ ഒരു ദുഷ്ടശക്തി. അത് കഴിഞ്ഞ് അത് പിടുത്തം വിട്ട് മുകളിലോട്ട് ലൈറ്റിലേക്ക് അത് അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് ഈ എല്ലാ കേസുകളിലും നമ്മൾ റിലീസിങ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈറ്റിലേക്ക് പറഞ്ഞയക്കലാണ്. നമ്മൾ അതിനൊന്നും ഒരിക്കലും ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ടേക്ക് പോകുക അങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്യാറില്ല. നേരെ ലൈറ്റിലേക്ക്, യൂണിവേഴ്സൽ എനർജിയിലേക്ക് ലയിപ്പിക്കലാണ് ദേവി ചെയ്യുക. ഞാൻ ചെയ്യുന്നതല്ല, ദേവിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപകടവും ഇല്ല അതിനകത്ത്. വേറൊരാളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ചിലർക്ക് പേടി ഉണ്ടാവാറുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് അടുത്ത ആളിൽ നിന്ന് അവരുടെ മേത്തോട്ട് കയറുമോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇറങ്ങി പോകുമോ എന്നൊക്കെ പേടിയുണ്ടാവും. അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കും വന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യാൻ നിൽക്കുന്ന എൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ആളുകളുടെ ഹീൽ ചെയ്യുമ്പോൾ ഇപ്പോഴും ഞാനിവിടെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇത് വിട്ടുപോകുമ്പോൾ ഉണ്ടാവുന്നതായ ചില അനുഭവങ്ങൾ, വിചിത്രമായ അനുഭവങ്ങൾ. ഇതേപോലെ തന്നെ 4 ദിവസം മുന്നേ വേറൊരു സ്ത്രീ ഇതുപോലെ തന്നെ ഹീൽ ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ഇതെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ആ സ്ത്രീയുടെ ഈ ഉദരഭാഗത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഉദരഭാഗത്ത് ഇങ്ങനെ വേദന തുടങ്ങിയാണ്, ഭയങ്കരമായ പെയിൻ. അതുപോലെ തന്നെ അബോർഷൻ ചെയ്ത സോളായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 10-35 കൊല്ലം മുന്നേ അബോർഷൻ ചെയ്തതാണ്. പ്രായമുള്ള സ്ത്രീയായിരുന്നു. അത് ഇവിടെ നിന്ന് ഇതിന് സംഭ്രമപ്പെടുത്തിയിട്ട് ഇതിനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. ഭയങ്കര ബുദ്ധിമുട്ട് സംഭ്രമമൊക്കെ ആയി സ്ത്രീക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെ ഉയർന്ന് ഈ ഹാർട്ടിൻ്റെ ഇങ്ങടേക്ക് വന്ന് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി. അതിന് കഴുത്തിൻ്റെ അങ്ങടേക്ക് വന്ന് തലയിലേക്ക് വന്നു. പിന്നെ ഇവിടെ നിന്നുള്ള പിടുത്തം വിട്ടിട്ട് തലയിൽ ഭയങ്കരമായ പെരുപ്പ് അനുഭവപ്പെട്ടിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് വേദനയൊക്കെ വന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ റിലീസായി പോയപ്പോൾ ഈ തലയിലത്തെ പെരുപ്പ് അങ്ങനെ വിട്ടുപോകുന്നു. അത് കഴിഞ്ഞ് കഴുത്തിൽ മാത്രം ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ കഴുത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചില ഈ ശത്രുബാധകൾ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഇത് പോയി കഴിഞ്ഞപ്പോൾ അതിളകി, ശത്രുബാധകൾ അതിളകി. നമ്മൾ അതിനെയും ഇതുപോലെ തന്നെ എടുത്ത് ഹീൽ ചെയ്ത് റിലീസ് ചെയ്ത് കളഞ്ഞു. പൂർണ്ണമായിട്ടും ആ ഒരു സംഭവങ്ങളെല്ലാം റിലീസായിട്ട് പോയിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടിയിട്ട് ആ സ്ത്രീ വളരെ ഹാപ്പി ആയിട്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഹീലിങ്ങിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വളരെ എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട് പല കാര്യങ്ങളിലും. ഇത് നമ്മളിലൂടെ സംഭവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ദേവിയുടെ അനുഗ്രഹം, ദേവിയുടെ ഒരു കൃപ, അത്രയേ ഉള്ളൂ. ദേവിയാണ് ചെയ്യുന്നത്, ഞാനല്ല. അന്നൊന്നും ഞാൻ പറയുന്ന ഒരേപോലെയാണ്. ഒരിക്കലും ഞാൻ അല്ല ചെയ്യുന്നത്, ദേവിയാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അതെങ്ങനെയാണ്. പക്ഷേ അത് ഒറിജിനലായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതാണ് മഹാകാളി ഹീലിംഗ് നമ്മൾ പേരിടാൻ തന്നെ കാരണം. ദേവി തന്നെ നേരിട്ട് വന്ന് ചെയ്യുന്ന ഒരു പ്രോസസ്സായി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 2 അനുഭവങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കുണ്ടായി. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് അത് ഷെയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരോട് അത് ഞാൻ ചോദിച്ചില്ല. പക്ഷേ അവർക്കത് താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവരുടെ പ്രൈവസി പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും ഞാനത് നിങ്ങളുടെ അറിവിലേക്കായിട്ടും ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അനുഭവങ്ങൾ പറയണമെന്നൊക്കെ എല്ലാവരും എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.